ചൂര കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് ഒരു കറി വെക്കാൻ പോകണം. നിങ്ങളെ എല്ലാവരെയും കാണിക്കുന്നതാണ്, എല്ലാവർക്കും നീ കാണിച്ചു തരുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഇത് കഴിക്കാം. അതുപോലെ ഞാൻ ഇന്ന് ചൂരക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അടിപൊളി ഒരു ചൂരക്കറി ഞാനിപ്പോൾ തന്നെ ഉണ്ടാക്കി എല്ലാവർക്കും തരുന്നതാണ്. എല്ലാവരും വരിക. അപ്പോഴ് മക്കളുമാരെ ഇതെല്ലാം കണ്ടോളേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഇതിൽ ചേരുവയെല്ലാം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതിനുശേഷം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. നന്നായി പുരട്ടിയെടുക്കാം. അരപ്പ് മൊത്തത്തിൽ നല്ലതുപോലെ അരപ്പ് പിടിക്കണം. ഉപ്പും മസാലക്കൂട്ടുകളും എല്ലാം കൂടെ നല്ല വൃത്തിയായി ഇതിലേക്ക് പിടിച്ച് സെറ്റായി ഇടണം. നല്ലൊരു കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് പച്ചമുളക് കീറി വെച്ചത് നന്നായി കഴുകി അരിഞ്ഞു വെച്ചതാണ്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, നന്നായി വാടി വരണം. അതിലേക്ക് നമുക്ക് കറിവേപ്പില, നാടൻ കറിവേപ്പിലയാണ്, നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. നാടൻ കറിവേപ്പിലയെ ഞാൻ ഉപയോഗിക്കാറുള്ളത്. നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നന്നായി വടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, സവാള ഇതെല്ലാം കൂടെ നന്നായിട്ട് അത് വാട്ടി നന്നായി അത് വാടി വരണം.
വള്ളിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിന്റെ കുളിർ കോരി നിറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് നന്നായി വാടിയിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, പച്ചമുളക്, ചെറിയ ഉള്ളി, സവാള, കറിവേപ്പില ഇട്ട് നന്നായി വാട്ടിയതാണ്. ഇതിലേക്ക് ഇനി നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചൂരമീൻ നമ്മൾ ഇതിലേക്ക് ഇടുന്നതാണ്. അതുപോലെ ഈ ചൂരമീനിൽ മസാലകളെല്ലാം ചേർത്തത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നത്. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, ഉപ്പ്. ഇത് നന്നായി പുരട്ടി 20 മിനിറ്റോളം വെച്ചിട്ടാണ് ഇപ്പോഴിത് നമ്മൾ പേസ്റ്റ് ആക്കിയ അതിലേക്ക് നമ്മൾ മസാലക്കൂട്ടിലേക്ക് നമ്മളിത് ഇട്ടിരിക്കുന്നത്. നമ്മൾ കൂടെ ഒന്ന് ശകലം കുറച്ച് വയ്ക്കാം. നമ്മൾ മെല്ലെ ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അതായത് മൂട്ടിൽ പിടിക്കാതിരിക്കാൻ നമുക്കത് കുറച്ച് നേരം ഒന്ന് ആവിയേറ്റി ഒന്ന് എടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മുളക് പൊടി ചേർക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, നമ്മൾ എത്ര മുളക് പൊടിയാണോ എടുക്കുന്നോ അതിൽ താഴ്ന്നു നിൽക്കണം മല്ലിപ്പൊടി എപ്പോഴും. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ പ്രത്യേകിച്ച് മീൻ പൊരിക്കേണ്ട കാര്യമില്ല. മീൻ പൊരിച്ച് നമ്മൾ മാറ്റി വെച്ച് കറി ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതിനാണ് ഈ മസാലക്കൂട്ടുകളെല്ലാം ഇതിലിട്ട് ഇതെല്ലാം ഗ്രേവി നല്ലതുപോലെ വഴറ്റി റെഡിയായതിനു ശേഷം ഈ പുരട്ടി വെച്ചിരിക്കുന്ന മീന് ഇതിലേക്ക് ഇട്ട് റെഡിയാക്കി. ഇപ്പോഴേ നല്ല മണം വരുന്നുണ്ട്. ഈ മസാലക്കൂട്ടിൻ്റെ ആ മീൻ മുരിയുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും മണം വരുന്നുണ്ട്. അടിപൊളി മണമാണ്. ഇതുവരെയും ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്തിട്ടില്ല. കാരണം ഈ മീന് ഇതിൽ നന്നായി മുരിഞ്ഞു വരുമ്പോലെയായി ഒന്ന് ഉറയ്ക്കണം. ഇതിൽ വെള്ളം ചേർക്കത്തില്ല. അടിപൊളി കൂടി മണം വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് പുളി ചേർക്കാവുന്നതാണ്. വെള്ളത്തിലിട്ട പിണംപുളി, അതിൻ്റെ വെള്ളവും. ഇനി ഇതിലേക്ക്
തിളപ്പിച്ച് വെച്ച് കുറച്ച് വെള്ളം. സെറ്റായിട്ടുണ്ട്, പൊളിച്ചടുക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിക്കണം. സൂപ്പറായിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ കിടന്ന് ഒന്ന് നെയ്യ് തെളിഞ്ഞ് അടിച്ച് പൊളിച്ച് അവൻ വരട്ടെ. നമുക്കിതിലേക്ക് അവസാന ഘട്ടമാണ് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്നുകൂടി അടച്ചു വയ്ക്കുക. അങ്ങനെ നിങ്ങളുടെ ചൂരക്കറി സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും വരിക, എല്ലാവരും ഇത് കഴിക്കാൻ വരിക. നമ്മൾ നന്നായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.